ഒരു സുഹൃത്ത് ഞാനിത് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത്, ഉളുപ്പ് വേണം. സയൻസ് വികസിച്ച ഒരു സമയത്ത് ഈ മന്ത്രചരടും കെട്ടി കുപ്പിയിലെ വെള്ളവും കൊടുത്ത് ബെഡിൽ കിടന്നിട്ട് എല്ലാം മാറുമെന്ന് പറഞ്ഞ് സഞ്ചരിക്കാൻ ഒരു തൊലിക്കെട്ട് തന്നെ വേണം എന്ന് പറഞ്ഞ കക്ഷി നല്ലൊരു പാട്ടുകാരനാണ്. 35 വർഷം വോക്കൽ കോഡിന് പ്രശ്നമായിട്ട് ഡോക്ടർ കാണിച്ചു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ചെറിയ തൈറോയ്ഡ് ഉണ്ട്, അതുകൊണ്ട് ഒരു 10 mg ഗുളിക എഴുതി കൊടുത്തു. അങ്ങനെ തുടർച്ചയായിട്ട് 5 വർഷം ഗുളിക കഴിച്ചപ്പോ ഇയാളുടെ ക്രിയാറ്റിൻ 4.8, കൊളസ്ട്രോൾ കൂടി, TSH 68. ഡോക്ടർ വട്ടം പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വട്ടം വരച്ചിട്ട് പറഞ്ഞേ ഇതിനെ പുനരുൽപാദിപ്പിക്കാനുള്ള മെഡിസിൻ ഇംഗ്ലീഷ് മരുന്നില് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, അതുകൊണ്ട് ഇതിനെ എടുത്തു മാറ്റണം, ജീവിതകാലം മുഴുവൻ തൈറോക്സിൻ എന്ന് പറഞ്ഞ ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഇയാള് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഒറ്റ അസുഖമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത്, പക്ഷെ എനിക്ക് 3 അസുഖങ്ങൾക്ക് തിരികെ തന്നു എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറയാണ്, നിങ്ങളോടൊക്കെ ഞാനിത് പറയേണ്ട ആവശ്യമുണ്ടോ? 5 വർഷം ഇംഗ്ലീഷ് ഗുളിക കഴിക്കുന്ന സമയത്ത് അതിന്റെ സൈഡ് എഫക്ട് ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ച് പറയണ്ടേ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞേ, എന്നാ പിന്നെ ഞാൻ ഇത് തുടർന്നത് ശരിയല്ലല്ലോ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. പക്ഷെ മൂപ്പർ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് വിളിക്കുന്നത് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ എന്റെ അസുഖം മാറുമോ? ഞാൻ പറഞ്ഞു, ഓ മാറും. എന്നോട് ചോദിച്ചു എത്ര ദിവസം വേണം? ഞാൻ പറഞ്ഞ ഒരു 3 മാസം കൊണ്ട് നിനക്കത് മാറും, മാറിയിട്ടില്ലെങ്കിൽ നിന്റെ പൈസ ഞാൻ തിരിച്ചു തരാന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, കറക്റ്റ് ഉപയോഗിക്കണം. അങ്ങനെ ഞാൻ ഈ പ്രൊഡക്റ്റ് കൊണ്ടുകൊടുത്ത് മൂപ്പര് 18ാമത്തെ ദിവസം പാട്ട് പാടിയിട്ട് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടുതരികയാണ്. എന്ന് പറഞ്ഞാല് 25 വർഷം വോക്കൽ കോഡിന് പ്രശ്നം സംഭവിച്ചിട്ട് സംസാരം നിർത്തിയ എന്ത് ചെയ്ത്, പാട്ട് നിർത്തിയ കക്ഷി കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് ശബ്ദം എന്ത് ചെയ്ത്, പിന്നെ വായു മാത്രമാണ് പുറത്തേക്ക് വരിക, എയർ മാത്രം പുറത്തേക്ക് വരുന്ന ആ കക്ഷി 18ാമത്തെ ദിവസം പാട്ട് പാടിയിട്ട് എനിക്ക് എന്ത് ചെയ്ത് വാട്സപ്പിൽ കിട്ടിയിരുന്നു. ഞാൻ കൊടുത്തിട്ട് 26ാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കാണിക്കുകയാണ്. കാരണം മൂപ്പര് എല്ലാ 2 മാസവും കൂടുമ്പോ ഡോക്ടർക്ക് എന്ത് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കാണിക്കുന്ന ഒരാളാണ്. ഞാൻ കൊടുത്തിട്ട് 26ാമത്തെ ദിവസമാണ് 2 മാസം തികയുന്നത്. ആ സമയത്ത് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, ഈ റിസൾട്ട് തെറ്റാടോ എന്ന് പറഞ്ഞു. മൂപ്പര് ചോദിച്ച്, എന്തുകൊണ്ടാ ഈ റിസൾട്ട് സാറേ? കഴിഞ്ഞ 5 വർഷമായിട്ട് എല്ലാ 2 മാസവും കൂടുമ്പോ ഇവിടുത്തെ ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഈ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞേ, എടോ ഇനി കഴിഞ്ഞ മാസം വന്നപ്പോ നിന്റെ TSH 68 ഞാൻ വട്ടിട്ട് വെച്ചിട്ടുണ്ട്, അത് തന്നെ ക്രിയാറ്റിൻ 4.8, കൊളസ്ട്രോൾ ആണെങ്കിൽ അതിനേക്കാളും കൂടുതലാണ്, ഇതിപ്പോ എല്ലാം നോർമലാ കാണുന്നത് ഇതിൻ്റെ അകത്ത്, അതെന്താ സാറേ അങ്ങനെ സംഭവിക്കാൻ? അവൻ പറഞ്ഞേ, ഈ വോൾട്ടേജില് എന്താണ് വേരിയേഷൻ വരുന്ന സമയത്ത് അതുണ്ടാവുമല്ലോ, ചിലപ്പോൾ ഒരു മെഷീന്റെ തകരാറായിരിക്കാം. അഞ്ഞൂറ് കോഴിക്കോട് അശ്വിനി പോയിട്ട് റിസൾട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. പിറ്റേന്ന് ഇയാൾ കോഴിക്കോട് അശ്വിനി പോയി റിസൾട്ട് കൊണ്ടു നോക്കുമ്പോൾ രണ്ടും സെയിം. ഡോക്ടർ ഇങ്ങനെ മുകളിലോട്ട് നോക്കിക്കൊണ്ട് പറയാണ്, എന്റെ മെഡിക്കൽ കരിയറിൽ ഇതൊരു മഹാത്ഭുതാണെന്നാണ് പറയുന്നത്, ഒരു മിറാക്കിൾ ആണെന്നാണ് പറയുന്നത്. അന്നതിന് ശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞാല് അയാളിപ്പോ ശക്തമായിട്ട് എന്നോട് ബിസിനസ് ചെയ്യാണ്. ഇപ്പൊ എന്റെ ഏതെങ്കിലും ഒരാൾക്ക് എന്റെ നമ്പർ വേണമെങ്കിൽ എന്റെ നമ്പർ 94 96 16 46 30, ആയിരക്കണക്കിന് ആളുകൾക്ക് ഞാൻ ഈ പ്രൊഡക്റ്റ് എത്തിച്ചുകൊണ്ട് എന്ത് ചെയ്ത് അത്രയും റിസൾട്ട് എനിക്ക് പറയാണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഈ ഇയാളുടെ കയ്യിലുള്ള എന്താണ് ഈ ടെസ്റ്റ് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് 100 കണക്കിന് ടെസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് എല്ലാവരും ഇത് സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ഈ ബയോട്ടോറിയം. MC പുഷ്കർ സാർ പറഞ്ഞോ, ഓൾമൂട്ടി കൊടുക്കുന്നുണ്ട്, ചിലപ്പോൾ കട്ടായി പോകുന്നുണ്ട്. പറഞ്ഞോ സെലിം സാറേ.